ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് നമ്മളൊരു ടാങ്കർ ഓടിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഫുള്ള് പെട്രോൾ ഉള്ള ഒരു ടാങ്കറാണ് ഓടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അപ്പുറത്ത് ആ ഗ്രൗണ്ടിൽ കിടപ്പണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്പരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈവർ. അപ്പം നമുക്ക് എന്തായാലും നമ്പർ നോക്കിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കുമെന്ന്. നമുക്ക് എന്തായാലും നമ്പർ നോക്കാം. ഓക്കെ, KL67A7413. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ പുള്ളി പറഞ്ഞ നമ്പരും. ഓക്കെ, ഇത് തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്കെന്നാൽ വണ്ടി എടുത്തേക്കാം കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കൊണ്ടുപോകേണ്ടത്. അപ്പം അവിടോട്ട് നമ്മൾ അതേ സൈഡിൽ MVD ഒക്കെ കിടക്കുന്നു. ഓക്കെ, നമ്മളപ്പോൾ ആ പെട്രോൾ പമ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടുന്ന് അടുത്തായിട്ടൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം. അവിടോട്ട് ചെന്നിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചു വരുമെന്നാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ അവിടെയാണ് ടാക്സി ആയിട്ട് ഓടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് നമുക്കിങ്ങ് പോരാം. അതാണ് നമ്മുടെ പരിപാടി. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഒരു ലുക്ക്. നമ്മുടെ SK ടിപ്പറിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടാട്ടോ. നമ്മുടെ SK ടാങ്കറാണിത്. SK ടാങ്കർ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. ഓക്കെ, ഡിമ്മിടാം. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ റിവേഴ്സിലേക്ക് എടുത്ത് പോവാട്ടോ. ഹാൻഡ് ബ്രേക്ക് കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോവാം. ബാക്കിൽ നല്ല വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫ്രണ്ട് ഇങ്ങനെ ചാടിച്ചാടിയാണ് പോകുന്നത്. ഓക്കെ, ഇതാട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ. ഇവിടെ ഒരു ടാങ്കർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അത് ട്രെയിലറാണ്. അതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട്. ഓക്കെ, അയ്യോ നമ്മുടെ വണ്ടി ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. ബാക്കിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് പതുക്കെ ഓടിക്കണം. വളമൊക്കെ നമ്മൾ സ്പീഡിൽ വന്ന് വളച്ചു കഴിഞ്ഞാൽ ആ ബാരിയറെ ചെന്ന് ഇടിക്കും. നമുക്ക് എന്തായാലും നല്ല പതുക്കെ അങ്ങ് പോവാം. ഓക്കെ, അയ്യോ ഗൈസ്, പണി കിട്ടിയല്ലോ. ഇപ്പോൾ പണി കിട്ടിയേനെ. നമ്മുടെ ഐഷറെ ചെന്ന് ഇടിച്ചേനെ ഇപ്പോൾ. ഓക്കെ, എന്തായാലും അവിടെ നിന്ന് എസ്കേപ്പായി പോയിട്ടുണ്ട്. നമ്മളത്രയും പതിയെ ഓടിച്ചിട്ടും ഇടിക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഈ വളവൊക്കെ എത്തുമ്പം നല്ല സ്പീഡ് കുറയ്ക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രൈവറെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാക്കിൽ ഇത്രയും വെയിറ്റ് വരുന്നതുകൊണ്ട് ഈ വളവിലൊക്കെ നല്ല സ്ലിപ്പാകുമെന്ന്. അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഓടിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്പീഡ് അറിയാമല്ലോ, നമ്മൾ എടുക്കുമ്പോഴേ പുറത്തുമാണ്. അപ്പോൾ ഇവനെ ആയതുകൊണ്ടാണ് നമ്മളത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ബാരിയറിലൊക്കെ ഇടിച്ച് നിന്നേനെ. ഓക്കെ, അതെന്തായാലും അവിടെ ഒരു പ്രൈവറ്റ് ബസ് കുടുങ്ങി കിടപ്പുണ്ട്. ഓക്കെ, നമുക്കങ്ങ് പോയേക്കാം. അധികം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. പോരാത്തതിന് ഇതൊരു ചെറിയൊരു ലോറിയല്ലേ. അപ്പോൾ അതാണ് ഈ ടാങ്കറിലുള്ള ഫുള്ള് പെട്രോള് നമ്മുടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കൊടുക്കുന്നത്. അല്ലാതെ അവിടെ കുറച്ച് കൊടുത്ത് വേറെ അടുത്ത് കുറച്ച് കൊടുത്ത് അങ്ങനല്ല, അവിടെ നിർത്തുവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ ഒരു ടാങ്കല്ലേ. അപ്പം ഇതിനകത്തുള്ള ഫുള്ള് പെട്രോളും അവിടെ കൊടുക്കാനാണ്. കാരണം അത് അത്യാവശ്യം ഒരു വലിയ പെട്രോൾ പമ്പാണ്. 2-3 വണ്ടികൾക്ക് ഒരുമിച്ച് പെട്രോൾ അടിക്കാൻ പറ്റുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതാണ് അവർ ഈ ടാങ്ക് ഫുള്ള് അവിടെ കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, അവിടെ നിർത്തിയിട്ടാൽ മതി. എന്നിട്ട് നാളെ രാവിലെയോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലോ നമ്മുടെ ഡ്രൈവറെണ്ണം വന്ന് എടുത്തുകൊണ്ട് വയ്ക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പേടിക്കണ്ട. അവിടെ നമ്മുടെ ഇന്നോവ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവനെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ടിങ്ങ് പോരാം.
ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രാത്രി ആയാലും നല്ല വണ്ടികൾ കുറവുണ്ട്, നമ്മുടെ നല്ല വണ്ടി ശല്യം കുറവുണ്ട് ഗൈസ്. സാധാരണ ഈ ടൈമിലൊക്കെ ഇവിടെ നല്ലൊരിതാണ് വണ്ടികളുടെ, നല്ല ലോറിയും അതുപോലെ ഐറ്റംസൊക്കെ. അപ്പം നമ്മുടെ സിനിസ്റ്റർ ഗ്രാഫിക്സൊക്കെ അടിച്ച വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഓക്കെ, അപ്പോൾ അവനെ നമ്മൾ ട്രിപ്പ് എടുക്കും, ഉടനെ തന്നെ നമ്മൾ ട്രിപ്പ് എടുക്കും. ഫസ്റ്റ് ട്രിപ്പ് നമ്മളാണ്, ഈ അടുത്തിടെ തന്നെ വരുന്നുണ്ട് ഒരു ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 3-4 വണ്ടികൾക്ക് അടുപ്പിച്ച് പെട്രോൾ അടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇട്ടാലോ? അല്ല വേണ്ട, അങ്ങ് കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങറ്റത്ത് നമ്മുടെ ക്രിസ്റ്റ്യൻ കിടപ്പുണ്ട്. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇന്നോവ എടുത്തോണ്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിനിസ്റ്ററിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, നമ്മുടെ ട്രിപ്പ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ അവനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഫുള്ള് ഗ്രാഫിക്സ് AITP ഒക്കെ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ട്രിപ്പ് നമ്മളായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. ഇതേ നമ്മുടെ ഇന്നോവ കിടക്കുന്നു. അപ്പോൾ ഇതേ കയറി നമുക്കങ്ങ് പോവാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം ബൈ.